ആഭാലവൃദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ എളിയ നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കൂർമാവതാരവും പാലാഴിമഥനവും ആണ്. പണ്ട് അത്രീപുത്രനായ ദുർവാസ മഹർഷി അദ്ദേഹം സ്വർഗത്തിലേക്ക് ദേവേന്ദ്രനെ കാണാൻ യാത്രയാകുന്ന സമയത്ത് വഴിയിൽ വെച്ച് കുറേ സ്ത്രീകൾ ഒരു മാലയും വെച്ചുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കണ്ട ഉടനെ ആ സ്ത്രീകളെല്ലാം കൂടി അദ്ദേഹത്തെ വണങ്ങി ഈ പുഷ്പമാല അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തു. മഹർഷി ദുർവാസ മഹർഷി അവരെ അനുഗ്രഹിച്ച് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ സ്വർഗവാതിക്കൽ എത്തിയ സമയത്ത് അവിടെ ദേവേന്ദ്രനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആനയായ ഐരാവതവും, വെള്ളയാനയാണ്, നാൽക്കൊമ്പാനയാണ്, ഐരാവതം എന്ന ആനയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളത്, നിൽക്കുന്നുണ്ടായിരുന്നു. ദുർവാസാവിനെ കണ്ട സമയത്ത് അദ്ദേഹം വണങ്ങി നമസ്കരിച്ചു. ദുർവാസാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം ഉടനെ ഈ മാല അങ്ങ് സമ്മാനിച്ചു, ദേവേന്ദ്രന് സമ്മാനിച്ചു. ദേവേന്ദ്രൻ അതിനെ ഉടനെ എന്ത് ചെയ്തു, ഐരാവതത്തിൻ്റെ ശിരസിൽ മസ്തകത്തിൽ അണിയിച്ച് തൻ്റെ ചരിഞ്ഞിരിക്കുന്ന കിരീടം ശരിയാക്കി കൂന്തൽ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോഴെന്ത് സംഭവിച്ചു വെച്ചാൽ ഈ മാലയ്ക്ക് ഭയങ്കര മണം, സുഗന്ധമുണ്ടായിരുന്നു. പലവിധമായ സുഗന്ധങ്ങൾ അതിൽ നിന്ന് ഉണ്ടായി. ഈ സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടി വണ്ടുകളും തേനീച്ചകളും ഒന്നായിട്ട് ആ മാലയുടെ അടുത്ത് പോയി. ഈ മാല തൂങ്ങിക്കിടക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഐരാവതത്തിൻ്റെ ചെവിയോട് കൂടിയിട്ട് കുറച്ച് തൂങ്ങിക്കിടന്നു. അപ്പം ഈ വണ്ടുകളെല്ലാം കൂടെ ഈ ആനയുടെ, ഐരാവതം എന്ന ആനയുടെ ചെവിയുടെ ഭാഗത്ത് ഇങ്ങനെ വട്ടമിട്ട് കറങ്ങാൻ തുടങ്ങി, ഒരുപാട് വണ്ടുകൾ. ഇത് ആനയ്ക്ക് സഹിക്കാൻ വയ്യാതെയായി. ഐരാവതം എന്ത് ചോദിച്ചിട്ട് തൻ്റെ തുമ്പികയുണ്ട് ആ മാലയെടുത്ത് താഴ്ത്തിട്ട് ഒരൊറ്റ ചവിട്ടി അതിനെ ഇതാക്കി. ഇത് കണ്ട സമയത്ത് ദുർവാസാവിന് ദേഷ്യം വന്നു. അദ്ദേഹം ഉടനെ ദേവേന്ദ്രനോട് പറഞ്ഞു, നീ മഹാ അഹംഭാവിയാണ്. ഞാൻ സന്തോഷമായി നിനക്ക് സമ്മാനിച്ച മാല എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എന്നെ അപമാനിച്ചു. നീ അതുകൊണ്ട് നീയും സ്വർഗവാസികളും എല്ലാവരും ജരാമരാദികൾ ബാധിച്ച് വൃദ്ധന്മാരായിത്തീരട്ടെ എന്നൊരു ശാപം കൊടുത്തു. ഇത് കൊടുത്ത സമയത്ത് ദേവേന്ദ്രന് ഭയങ്കര സങ്കടമായി. അദ്ദേഹം രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് പറഞ്ഞു, മഹർഷേ, ഞാൻ താങ്കളെ ഒരിക്കലും അപമാനിക്കില്ല, അപമാനിച്ചിട്ടുമില്ല. അങ്ങനെ അപമാനിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ മാല നിലത്ത് വെച്ചേനെ. അതിന് പകരം ഈ ഐരാവതത്തിൻ്റെ മസ്തകത്തിലെ വെച്ചാണ്. ആനയുടെ ശിരസിൽ ഏറ്റവും ശ്രേഷ്ഠമായ സാധനങ്ങളെ വയ്ക്കുള്ളൂ നമ്മൾ. അതുകൊണ്ട് താങ്കൾ തന്ന മാലയെ ശ്രേഷ്ഠ പദത്തിൽ വെച്ച് ഞാൻ ആദരിക്കുകയാണ് ചെയ്തത്. നിർഭാഗ്യവശാൽ വണ്ടുകൾ അതിനെ മണം ആസ്വദിക്കാൻ വന്നു. ആന അതിനെ എടുത്ത്, ആനയ്ക്ക് ബുദ്ധിമുട്ടായി, അതുകൊണ്ട് തുമ്പിക്കയെടുത്ത് ചവിട്ടി ഇതായി. അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം, ഞങ്ങളെ രക്ഷിക്കണമെന്ന് കാല് പിടിച്ചു. ദുർവാസാവിന് കുറച്ചൊക്കെ മനസ്സിലായി ചെറിയൊരു തെറ്റ് നമ്മൾ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശാപത്തിനെ തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല, ശാപം അനുഭവിച്ചേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, ശാപമോക്ഷമായിട്ട് പാലാഴിയെ കടഞ്ഞ് അതിൽ നിന്നും കിട്ടുന്ന അമൃതം നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങളുടെ ജരാനരാദികൾ മാറിക്കിട്ടും, ആയുസ്സും വർദ്ധിച്ചു കിട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് യാത്രയായി. ഇനി പാലാഴിമഥനം ചെയ്യണം. അതിനെന്താ വഴി? ഇവരെല്ലാവരും കൂടെ, സ്വർഗവാസികളെല്ലാവരും കൂടെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി.
ബ്രഹ്മാവ് ആലോചിച്ചിട്ട് എല്ലാവരും കൂടെ ശിവൻ്റെ അടുത്ത് പോയി. ശിവൻ വീണ്ടും എല്ലാവരും കൂടെ എന്ത് ചെയ്തു, പാലാഴി കിടക്കുന്ന മഹാവിഷ്ണുവാണല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ വിവരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പാലാഴി മതനം പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനും ദേവന്മാരും അസുരന്മാരും കൂടി യോജിക്കണം, എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. മാത്രമല്ല മന്ദരപർവ്വതത്തിനെ കടക്കോലാക്കണം, വാസുകിയെ കയറാക്കണം. ഇത്രയൊക്കെ പണിയുണ്ട്. അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓ ശരി, അവിടെയുള്ളവരെല്ലാം എഗ്രി ചെയ്തു. പക്ഷേ അസുരന്മാരെ കൊണ്ടുവരണം. അതിനെന്താ ചെയ്യുക? അദ്ദേഹം മഹാവിഷ്ണു തൻ്റെ ആൾക്കാരെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അസുരന്മാരെ ക്ഷണിച്ചു വരുത്താൻ പറഞ്ഞു. അവർ പോയി അസുരന്മാരോട് ഇങ്ങനെ പറഞ്ഞു, വിഷ്ണു വിളിക്കണു എന്ന് പറഞ്ഞു. പക്ഷേ ആവശ്യം പറഞ്ഞില്ല കേട്ടോ. കാരണം ദേവന്മാർക്ക് അമൃതം കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരില്ല, തീർച്ചയാണ്. കാരണം അവരുടെ ജന്മശത്രുവാണ് ദേവന്മാർ, മഹാവിഷ്ണു. അപ്പോൾ ഇവരാരോ ചോദിച്ചു, മഹാവിഷ്ണുവിൻ്റെ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ തീരുമാനിച്ചു, പോയില്ല, വേണ്ട, നമുക്കിത് വേണ്ട. കാരണം ഇയാൾ മഹാകളനാണ്, എന്തെങ്കിലും കണ്ടിട്ടേ നമ്മൾ വിളിക്കുള്ളൂ, എന്തെങ്കിലും കൊടുക്കും, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല പറഞ്ഞ് ഇവർ തിരിച്ചയച്ചു. ഇവരിവിടെ വന്ന് വിവരം പറഞ്ഞു. ഉടനെ പരമശിവൻ എന്ത് ചെയ്തു, ശരി, ഭൂതഗണങ്ങളെ പറഞ്ഞയച്ചു അങ്ങോട്ട്. അവരവിടെ പോയി പറഞ്ഞു എന്ന് പരമശിവൻ വരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് സന്തോഷമായി. എന്താ വെച്ചാൽ അസുരന്മാരുടെ ഒരു ദേവനാണ് പരമശിവൻ. അപ്പോൾ ശിവൻ നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മളെക്കാളും അവരെക്കാളും വലുതാണ് നമ്മൾ എന്നുള്ളത് തീർച്ചയായി. പിന്നെ ശിവൻ അങ്ങനെ ചെയ്യില്ല, അതുകൊണ്ട് പോവാം, എന്താ നോക്കാം എന്ന് പറഞ്ഞ് മഹാബലി അടക്കം, മഹാബലിയുടെ കാലത്താണ് ഇത് നടക്കണം, മഹാബലി അടക്കം അവിടെ പോയി ഒരു സർവശേഷം എന്ന് ഇങ്ങനെ പറഞ്ഞു, അമൃത് കൊണ്ടുവരണം, ഈ അമൃത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രയോജനമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിച്ചു. അവർ തയ്യാറായി. ഇനി എന്താണ്, മന്ദരപർവ്വതത്തെ കൊണ്ടുവരണം, വാസുകിയെ കൊണ്ടുവരണം. അപ്പോൾ വാസുകിയെ കൊണ്ടുവരാൻ ഗരുഡനെ ഏൽപ്പിച്ചു. ആ ഗരുഡൻ പറഞ്ഞു, ഇത് ഞാൻ വളരെ എളുപ്പമായി ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഗരുഡൻ കൈലാസ് പോയി. ഇത് കൈലാസത്തായിരിക്കണം. കൈലാസ് പോയി വാസുകിയോട് പറഞ്ഞു, ഇങ്ങനെ കടക്കോല് ഇതായി കയറായി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വാസുകി പറഞ്ഞു, ശരി, എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഗരുഡൻ വാസുകിയുടെ തല പിടിച്ച് പൊക്കി, കുറച്ച് പൊക്കി, വരുന്നില്ല. പിന്നെയും പൊന്തിച്ചു. വാൽഭാഗവും തലഭാഗവും ഭൂമിയിൽ തന്നെയുണ്ട്. എത്ര പൊന്തിച്ചിട്ടും പൊന്തുന്നില്ല. ഇദ്ദേഹം ക്ഷീണിച്ചു വലഞ്ഞു. ഒടുവിൻ്റെ ശിവൻ്റെ അടുത്ത് പോയി കാല് പിടിച്ചു, ഞാൻ ഇങ്ങനെ അപരാധം ചെയ്തു, എനിക്ക് എന്നെ കൊണ്ടാവുന്നില്ല. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ചിരിച്ച് തൻ്റെ ഭാഗത്തുള്ള കൈ കാട്ടിയ സമയത്ത് ഈ പാമ്പ് കഴിഞ്ഞ് നേരെ ഗളത്തിൽ ചുറ്റി. ശിവൻ അങ്ങോട്ട് പോകും. അപ്പോൾ ആ പ്രശ്നം തോന്നും. ഇനി മന്ദരപർവ്വതത്തെ കൊണ്ടുവരണം. അതിന് മഹാവിഷ്ണു എന്ത് ചെയ്തു, അദ്ദേഹം കിടക്കുന്ന അനന്തനോട് പറഞ്ഞു, നീ പോയി അതിനെ എടുത്തുകൊണ്ട് പോവാ. തൽക്ഷണം അനന്തൻ അവിടെ പോയി ഒരു കടുകുമണി പോലെ ഇതിനെ എടുത്ത് തലയിൽ വെച്ച് ഇവിടെ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഇത് രണ്ടും ആയിക്കഴിഞ്ഞു. ഇനി അത് അങ്ങോട്ട് പോകണം. അപ്പോൾ മഹാവിഷ്ണു അത് തൻ്റെ കയ്യാലെടുത്ത്, ഇടത് കൈ കൊണ്ട് എടുത്തിട്ട് നേരെ ഗരുഡൻ്റെ തലയിൽ വെച്ച് രണ്ടുപേരും കൂടെ ഗരുഡൻ്റെ മുകളിൽ പാലാഴി അവിടെ എത്തി. അപ്പോൾ എല്ലാവരും എത്തി. ഇനി കിടയാൻ തുടങ്ങണം, അത്രയേ ഉള്ളൂ. അപ്പോൾ മഹാവിഷ്ണു എന്തു പറഞ്ഞു, വാൽഭാഗം അസുരന്മാരും തലഭാഗം ദേവന്മാരും പിടിക്കട്ടെ എന്നൊരു സജഷൻ വെച്ചു. അസുരന്മാർ സമ്മതിച്ചില്ല. കാരണം അവരുടെ ജന്മശത്രുവാണ് മഹാവിഷ്ണു. അപ്പോൾ അവർ പറഞ്ഞു, പറ്റില്ല, ഇദ്ദേഹം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണ്, ഇത് ദേവന്മാർക്ക് കൊടുക്കാനുള്ള പദ്ധതിയാണ്, അത് പറ്റില്ല, ഞങ്ങൾക്ക് തലഭാഗം തന്നെ വേണം പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ തലഭാഗം തരാം, പക്ഷെ നമുക്ക് കാര്യം നടക്കണം എന്ന് പറഞ്ഞു. സമ്മതിച്ചു. അങ്ങനെ മന്ദരപർവ്വതത്തിനെ ഇതാക്കി കടക്കോലാക്കി വാസുകിയെ കെയറാക്കി
വലിക്കാൻ തുടങ്ങി. വലിച്ച് ഒരുപാട് ക്ഷീണിച്ച് ഈ പാമ്പ് വാസുകി വിഷം ഛർദ്ദിക്കാൻ തുടങ്ങി. ഹലാലി എന്ന വിഷമാണ്, അതിന് പേര് കാളകുടം എന്നും പറയും. ഈ കാളകുടം വിഷം ഛർദ്ദിച്ച സമയത്ത് ഇത് ഭൂമിയിൽ വീണു കഴിഞ്ഞാൽ ഭൂമി അങ്ങനെ കത്തി നശിച്ചു പോകും. അപ്പോൾ പരമശിവൻ എന്ത് ചെയ്തു? ഉടനെ അത് കൈ കൊണ്ടെടുത്ത് തൻ്റെ വയലേക്കാക്കി. പരമേശ്വരൻ വായിലേക്കാക്കിയ സമയത്ത് ഉടനെ അടുത്ത് ശ്രീപാർവതിയുണ്ട്. ശ്രീപാർവതി ഒരു കൈ കൊണ്ട് വായും മറ്റൊരു കൈ കൊണ്ട് ഗണ്ഡവും പൊത്തി. അതായത് ഭൂമിയിൽ വീണ ഭൂമി കത്തും, വായിക്കൂടെ ഇറങ്ങി വയറ്റിലേക്ക് ഇറങ്ങിയ ശിവനും പ്രശ്നവും പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ അതവിടെ കട്ടിയായി, അത് നീലയായി കഴിഞ്ഞു. അതുകൊണ്ട് പരമശിവന് നീലകണ്ഠൻ എന്നൊരു പേരും ഉണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു നീലകണ്ഠായ നമഃന്നൊക്കെ അർച്ചിക്കും ദേവൻ. ഇനി തുടങ്ങിയ സമയത്ത് കാമധേനു എന്ന സുരഭി എന്ന കാമധേനു പശു, ഈ കാമധേനു എന്തും കൊടുക്കുന്ന ഒരു സാധനമാണ്, ഒരു പശുവാണ്. ആ പശു ആദ്യം വന്നു. അതിനെന്ത് ചെയ്തു? മഹർഷിമാരെല്ലാവരും കൂടെ എടുത്തു. ഇനി പിന്നെയും തുറന്നു. പിന്നെ സമയത്ത് ഉച്ചൈശ്രവസ് എന്ന കുതിര, വെള്ളക്കുതിര വന്നു. ഉച്ചൈശ്രവസ്. ഈ കുതിരയുടെ വിശേഷം എന്താ ചോദിച്ചാൽ, ഒന്നാമത് വളരെ ഭംഗിയുള്ള കുതിര. ഇതിൻ്റെ വേഗത ലോകത്ത് ഒന്നിനുമില്ലാത്രേ, അത്രയും സ്പീഡുള്ള കുതിരയാണത് ഉച്ചൈശ്രവസ്. അത് ഉടനെ ദേവേന്ദ്രൻ എടുത്തു. അയാൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ആരും നന്നാവുന്ന കണ്ടുകൂടെ, എല്ലാ സാധനങ്ങളും എനിക്ക് വേണം, നല്ലത് ഞാനേ അനുഭവിക്കാവൂ എന്നുള്ളൊരു മനുഷ്യനാണ്. എന്തായാലും അവിടെ ഒരു തർക്കമൊന്നും വന്നില്ല, ദേവേന്ദ്രൻ എടുത്തു. ഇനി അടുത്ത് പിന്നെയും കടന്നപ്പോൾ ഐരാവതം എന്ന നാൽക്കൊമ്പാന വന്നു. ഐരാവതത്തിന് തുല്യമായ നാൽക്കൊമ്പാന വെളുത്താൻ. അതെന്താ ഐരാവതത്തിന് തുല്യമായ നാൽക്കൊമ്പാന പറയാൻ കാരണം? ഈ മാല ചവിട്ടി കേടുവരുത്തിയത് ഐരാവതമാണ്. അപ്പോൾ ഈ പാലാഴി മദനത്തിന് മുമ്പ് തന്നെ ഐരാവതം ഉണ്ട്. അതുകൊണ്ട് ഐരാവതത്തിന് തുല്യമായ ആന വന്നു. അതും ഇദ്ദേഹം എടുത്തു. അടുത്ത് വന്നത് എന്താണ്? ചന്ദ്രക്കല, ഭയങ്കര ശോഭയോടുകൂടിയ ചന്ദ്രകല വന്നു. ചന്ദ്രകലയെ പരമശിവനെടുത്ത് തൻ്റെ തലയിൽ ചൂടി. കടച്ചൽ നിർത്തിയില്ല. നമുക്ക് അമൃതമാണ് നമ്മുടെ ലക്ഷ്യം. കടഞ്ഞുകൊണ്ടിരുന്നു. ഈ കടയുന്നതിൻ്റെ ഇടയിൽ ഇതെന്ത് ചെയ്തു? മന്ദരപർവ്വതം കുറച്ച് ചെരിഞ്ഞ സമയത്ത് അവിടെ ഈ ഇതിലെ ബാലി സുഗ്രീവന്മാർ കൂടിയുണ്ട്. അപ്പോൾ ബാലി തൻ്റെ ഇടതുഭാഗം കൊണ്ട് മാത്രം അതിനെ പൊക്കി നിർത്തി. അത്രയും ശക്തിവാനാണ് ബാലി. ഓക്കെ, നിർത്തി. പിന്നെയും കടഞ്ഞ സമയത്ത് ഇതങ്ങോട്ട് താണു, കടലിലേക്ക് താണു. വാസുവിടെ ഇത് വിട്ടു, കടലിലേക്ക് താണു. ഉടനെ ഭഗവാൻ കൂർമാവതാരം എടുത്ത് കൂർമ്മരൂപത്തിൽ അതിനെ പൊക്കിയെടുത്ത് മേലേക്ക് കൊണ്ടുവന്നു. അതാണ് കൂർമാവതാരം. കൊണ്ടുവന്ന് മേലെ നിർത്തി. കടച്ചൽ തുടങ്ങി. ഇനി വന്നെന്താണ്? കൗസ്തുഭരത്നം വന്നു. വളരെ പ്രഭയുള്ള ഒരു രത്നമാണത്. ഈ കൗസ്തുഭരത്നം മഹാവിഷ്ണു എടുത്തു. പിന്നെയും കളഞ്ഞു. പിന്നെ വന്നു പാരിജാത പുഷ്പം നൽകുന്ന വൃക്ഷം വന്നു. പാരിജാത പുഷ്പം വളരെ അപൂർവ വൃക്ഷമാണ്. ലോകം മുഴുക്ക അതിൻ്റെ മണം വരും. അങ്ങനെയൊക്കെയാണ്. അതിന് വളരെയധികം വിശേഷമുണ്ട്. സ്വർണ്ണ ഇതളുകളെന്നൊക്കെയാണ് പറയുക. ഇതെല്ലാവരും കൂടി ദേവന്മാരെടുത്തു. പിന്നീട് വന്നു കൽപ്പകവൃക്ഷം. എന്ത് വിചാരിച്ചാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു വൃക്ഷമാണ് കൽപ്പവൃക്ഷം. അതും ദേവന്മാരെടുത്തു. കടച്ചൽ നിർത്തിയില്ല, കടഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു.
അടുത്തു വന്നു സുന്ദരിയായ ഒരു സ്ത്രീ, താര. താര എന്നൊരു സുന്ദരി രത്നമണി അവിടെ നിന്ന് വന്നു. അതിനെ ബാലി സുഗ്രീവന്മാരും അറിയില്ലേ, രാമായണത്തിലെ ബാലിയും സുഗ്രീവനും, ആ ബാലി സുഗ്രീവന്മാർ തന്നെയാണ് ഇത്. ബാലി താരയെ എടുത്തു. പിന്നീട് വന്നു അപ്സരസുകൾ എന്ന സുന്ദരി നാരീമണികൾ വന്നു. അവരെ ദേവന്മാരെടുത്തു. പിന്നീടാണ് വന്നത് വാരുണി എന്ന മദ്യം എന്നു. ഇതിനെ അസുരന്മാർ കൊടുത്തു. അപ്പോൾ 11 എണ്ണമായി. 14 വകകളാണ് വന്നത്. അതിൽ 11 എണ്ണമായി. ഇനി ജ്യേഷ്ഠ എന്ന അമംഗളി നാരി വന്നു. അവരെ ആരും കൊടുത്തില്ല. അപ്പോൾ അവർ ചോദിച്ചു, എനിക്ക് എവിടെയാണോ സ്ഥലം? അപ്പോൾ അതിന് അടിച്ചു തെളിയില്ലാത്ത വീട്, ചൂതുകടി, ഇങ്ങനെ എല്ലാ വൃത്തികളുമുള്ള സ്ഥലം എടുത്തു പറഞ്ഞ് അവർ കൊടുത്തു. പിന്നീടാണ് 13 മഹാലക്ഷ്മി തൻ്റെ കയ്യിൽ മാലയുമേന്തി അതിസുന്ദരിയായ മഹാലക്ഷ്മി താമരയിൽ അങ്ങനെ ഉത്ഭവിച്ച കാൽക്കടലിൻ്റെ മുകളിൽ വന്നു. മഹാവിഷ്ണുവിൻ്റെ കഴുത്തിൽ മാലയിട്ടു. ഈ സമയത്ത് സ്വർഗലോകത്ത് നിന്ന് പൂമഴകൾ പെയ്ഞ്ഞു. വാദ്യഘോഷങ്ങളിങ്ങനെ ഓരോന്ന് കൊടുക്കാൻ തുടങ്ങി. ബ്രഹ്മാവ് ഒന്ന് കൊടുത്തു, മറ്റേ മഹാവിഷ്ണു ശിവൻ വേറെ കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ സമയത്താണ് ധന്വന്തരി തൻ്റെ കയ്യിൽ അമൃതം കൊണ്ട് കലശവും കൊണ്ടുവന്നു. അപ്പോൾ മഹാലക്ഷ്മി ഇവരെല്ലാം ആദരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഈ അമൃതം പോകുന്നത്. ഇത് ധന്വന്തരി. അസുരന്മാർ ഈ തക്കം നോക്കി അത് തട്ടിയെടുത്ത് ഒരൊറ്റ ഓട്ടം അമൃതം തട്ടിയെടുത്ത്. അപ്പോൾ ദേവന്മാർക്ക് 3 ഗോപി, അവർക്കൊന്നുമില്ല. അവർ ഉടനെ മഹാവിഷ്ണുവിനോട്, ഭഗവാനെ ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇതിങ്ങനെ ആയിപ്പോയല്ലോ. അപ്പം മഹാബലി കൂടെ അവിടെ ഉണ്ടോ കേട്ടോ, ഞാനത് പ്രത്യേകം പറയണം. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് മഹാബലി ഉണ്ടായിരുന്നു. പക്ഷെ ഈ അമൃത് കിട്ടിയ ശേഷം മഹാബലി ഉടനെ അവിടെ നിന്ന് പോയി കളഞ്ഞു. ആ സമയത്ത് അമൃത് കിട്ടിയ ശേഷം ഇവർ പങ്കുവയ്ക്കുന്ന സമയത്തൊന്നും അദ്ദേഹമില്ല. കാരണം അത്രയും ശ്രേഷ്ഠനാണ് അദ്ദേഹം പോയി. ഉടനെ മഹാവിഷ്ണുവോട് പറഞ്ഞ സമയത്ത് മഹാവിഷ്ണു ഉടനെ ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ മോഹിനി, അയ്യപ്പൻ്റെ അവതാരത്തിൽ പറയില്ലേ നമ്മളെ മോഹിനി, ആ മോഹിനി തന്നെയാണ് ഈ മോഹിനി രൂപം എടുത്തു. ഇങ്ങനെ അസുരന്മാർ അപ്പോഴേക്കും ഇവർ പങ്കിടാൻ തുടങ്ങാൻ പോവാണ്. പക്ഷേ പങ്കിട്ടിട്ടില്ല. അപ്പോഴേക്കും മോഹിനി അവിടെ എത്തി. മോഹിനി എത്തിയിട്ട് പറഞ്ഞു, ഈ ഇവളെ കണ്ട സമയത്ത് ഇവർ ഇത് മറന്നുപോയി. അപ്പോൾ അങ്ങോട്ടും കൂടി അരി അയച്ച് നീ ആരാണ് അയച്ച സമയത്ത് ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടാണ്. പക്ഷെ നിങ്ങളിങ്ങനെ ഈ സാധനത്തിന് അടിപൊളി ഓടുന്നല്ലോ, ഞാൻ വേണമെങ്കിൽ പങ്കുവെച്ച് തരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എല്ലാവരും കണ്ണടച്ചിരിക്കണം. ഞാൻ ഓരോരുത്തർക്കും വിളമ്പിക്കൊണ്ടിരിക്കും. ഏറ്റവും ക്ഷമ ആർക്കാണോ അവരെ ഞാൻ വിവാഹം ചെയ്യും എന്ന് പറഞ്ഞു. അവരെല്ലാവരും അതിന് സമ്മതിച്ചു. എല്ലാവരും കണ്ണടച്ച് നിന്നു. ഭഗവാൻ ഓരോരുത്തരുടെ വായിൽ ഒഴിക്കും പറഞ്ഞ് കാത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് അപ്രത്യക്ഷമായി അദ്ദേഹം. അപ്രത്യക്ഷമായി നേരെ ദേവന്മാരുടെ അടുത്ത് പോയി അവർക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ആ സമയത്ത് വിദുതൻ, അതായത് രാഘുവിൻ്റെ മറ്റൊരു പേരാണ് വിദുതൻ. ആ രാഘു എന്ത് ചെയ്തു, അവിടെ ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ച് അവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കും കുറച്ച് അമൃത് തന്നാൽ ഞാൻ ബ്രാഹ്മണനാണ്, എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യനും ചന്ദ്രനും അവിടെയുണ്ട്. അവർ ഇത് കണ്ടു. അവർ പറഞ്ഞു, മോഹിനിയോട് പറഞ്ഞു, അരുത്, ഇത് കൊടുക്കരുത്, ഇത് അസുരനാണ് ഇവൻ്റെ വായിൽ ദംഷ്ടം കാണുന്നുണ്ടായിരുന്നു. അവർ കണ്ടിട്ടുണ്ടത്, ദംഷ്ടം കാണുന്നുണ്ട്, അതുകൊണ്ട് ഇവൻ അസുരനാണ് എന്ന് പറഞ്ഞു. രാഘു പിന്നെ യാചിച്ചു,
അപ്പോൾ ഇവർ കയ്യിലുണ്ടായിരുന്ന ആ ആയുധം കൊണ്ട്, വിളമ്പുന്ന ആയുധം കൊണ്ട് ഒരു കുത്തു കൊടുത്തു തലയ്ക്ക്. അപ്പോൾ കഴുത്ത് മുഴുവൻ വേർപെട്ടതില്ല, ശരീരം പാതി അങ്ങനെ വീണു. വീണ സമയത്ത് 2 കഷ്ണമായിട്ടില്ല. അന്നതൊട്ട് കിട്ടിയതില്ല. ഇവർക്കെല്ലാവർക്കും അവർ ഭാഗിച്ചു കൊടുത്തു. അപ്പോൾ ഇതിന് പകരം വീട്ടണം, ചന്ദ്രനും സൂര്യനെയും പകരം വീട്ടണം എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? രാഹുകേതുക്കൾ എന്ത് ചെയ്തു? അതിനാണ് ഒന്നിന് പേര്, ഒരു ഭാഗത്ത് രാഹുന്നും മറ്റൊരു ഭാഗത്ത് കേതുന്നും. വിദുന്ധൻ എന്നാണ് ശരിയായ പേര്, വിദുന്ധൻ എന്ന ശരിയായ പേര്. അതിനെ 2ആക്കി. അവരെന്ത് ചെയ്തു? അമാവാസി ദിവസം സൂര്യനെയും പൗർണമി ദിവസം ചന്ദ്രനെയും മുഴങ്ങാൻ തുടങ്ങി. അതാണ് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്ന് നമ്മൾ പറയുന്നത്. സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യൻ അമാവാസി ദിവസമാണ് സൂര്യഗ്രഹണം സംഭവിക്കുക, പൗർണമി ദിവസമാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. അങ്ങനെ പാലാഴിമതനം കഴിഞ്ഞു, കൂർമാവതാരവും കഴിഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മോ രക്ഷതി രക്ഷിതഃ.